മിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മളിന്ന് ദനഹാക്കാലം 3-ാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ് സഭാമാതാവ് നമ്മുടെ പ്രഘോഷണത്തിനായി ഈ ഞായറാഴ്ച നമുക്ക് നൽകിയിരിക്കുന്നത്. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളും അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പുമാണ് ഈ സുവിശേഷത്തിൻ്റെ ഇതിവൃത്തം. ഈ സുവിശേഷത്തിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് കടക്കുവാനും സന്ദേശം ഉൾക്കൊള്ളുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, യേശു സിനഗോഗിലാണ് ആദ്യമായി പ്രസംഗിച്ചു തുടങ്ങിയത് എന്ന് നമുക്കറിയാം. എന്നാൽ അവിടെ നിന്നും യേശു സിനഗോഗ് വിട്ട് വിശാലമായ ലോകത്തിലേക്ക് തൻ്റെ പ്രഘോഷണവുമായി ഇറങ്ങുന്നതായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. യേശുവിൻ്റെ ദൗത്യവും യേശുവിൻ്റെ പ്രസംഗങ്ങളും യഹൂദരുടെ സിനഗോഗിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല, മറിച്ച് അത് ലോകം മുഴുവനെയും കീഴടക്കാനുള്ള സന്ദേശമായിരുന്നതുകൊണ്ട് യേശു സിനഗോഗ് വിട്ട് കടൽ തീരത്തേക്ക് പോയി എന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. മാത്രമല്ല, യൂദയ, ജെറുസലേം, ഇദൂമിയ എന്നിവിടങ്ങളിൽ നിന്നും, ജോർദാന്റെ മറുകരയിൽ നിന്നും, ടയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം ധാരാളം ആളുകൾ യേശുവിനെ സ്നേഹിക്കാനായി ഒരുമിച്ചുകൂടി. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്കിപ്പുറത്ത് നമ്മളൊരു സന്ദേശം ഈ ദേവാലയത്തിൽ പറയുമ്പോൾ അത് ദേവാലയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ലെന്നും, മറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും അതെത്തുന്നു എന്നുള്ളതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യവും, നമ്മളതുകൊണ്ട് നമ്മുടെ വചനപ്രഘോഷണങ്ങളെ കൂടുതൽ ഗൗരവമായി എടുക്കേണ്ടതുമായ ഒരു കാര്യമായി മാറുന്നു. ക്രൈസ്തവരോട് മാത്രമല്ല, പ്രത്യേകിച്ചും കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങളും എല്ലാ മതപുരോഹിതന്മാരുടെയും സന്ദേശങ്ങൾ യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും കാണുന്നു എന്നതുകൊണ്ട് നമ്മുടെ സുവിശേഷ പ്രസംഗങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ട് വേണം എന്ന് നമുക്ക് അറിയാം. പ്രിയപ്പെട്ടവരെ, ധാരാളമായ ആൾക്കാർ യേശു രോഗശാന്തി നൽകുന്നു എന്നറിഞ്ഞ് യേശുവിനെ സ്പർശിക്കാനായി തിങ്ങിക്കൂടി എന്ന സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. യേശു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ദിശ പ്രസംഗങ്ങളിലേക്കും രോഗശാന്തിയിലേക്കുമാണ് തിരിച്ചുവിട്ടത് എന്ന് നമുക്കറിയാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവൻ്റെ ആരോഗ്യം. അത് കഴിഞ്ഞേ ബാക്കി കാര്യങ്ങളുള്ളൂ. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷകളിൽ ഒന്നാണ് ആതുര ശുശ്രൂഷ. ഇന്ന് മുമ്പത്തേക്കാൾ ഉപരി രോഗികളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നു എന്ന് നമുക്കറിയാം. ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ 65 വയസ്സിൽ താഴെയുള്ള ധാരാളമായിട്ടുള്ള ആൾക്കാർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുന്നു എന്നുള്ളത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഭയാനകമായി ഇടുക്കി ജില്ലയിൽ ക്യാൻസർ രോഗം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും, അനേകം വ്യക്തികൾ അതുമൂലം യഥാസമയം ചികിത്സ കിട്ടാതെ മരിക്കുന്നു എന്നുള്ളതും നമ്മളെ ഓരോരുത്തരെയും ദുഃഖത്തിലാഴ്ത്തുന്ന കാര്യങ്ങളാണ്. ഗവൺമെന്റുകൾ പിരിച്ചെടുക്കുന്ന ടാക്സിന്റെ നല്ലൊരു വിഭാഗം ജനങ്ങൾക്ക്
ആതുര ശുശ്രൂഷ സൗജന്യമായി നൽകുന്നതിനായി വിനിയോഗിക്കുന്നു. അതുപോലെ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ ലോകത്തിലെ പള്ളികളിലെല്ലാം ഞായറാഴ്ചകളിൽ പിരിച്ചെടുക്കുന്ന തുകയുടെ ഒരു ചെറിയ ശതമാനം സൗജന്യമായ ആതുര ശുശ്രൂഷയ്ക്കായി മാറ്റിവെക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ ഇവിടെ നമ്മൾ വായിക്കുന്നു, അനേകം പിശാച ബാധിതർ യേശുവിൻ്റെ അടുത്തെത്തുകയും യേശു ദൈവപുത്രനാണെന്ന് വിളിച്ചു പറയുകയും ചെയ്തു. എന്നാൽ യേശു അവരെ വിലക്കുന്നതായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. പിശാച് ബാധിതരായിട്ടുള്ള ആൾക്കാർ, തിന്മയുടെ വലിയ പിഴയിൽ അമർന്ന് ജീവിക്കുന്നവർ, ഒരു വലിയ ആവേശം കയറി വചനപ്രഘോഷണത്തിനിറങ്ങി തിരിച്ചാൽ അവർ ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും എന്ന് നമുക്കറിയാം. യേശു അവരെ വിലക്കുകയും തൽസ്ഥാനത്തേക്ക് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. മലമുകളിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ മറ്റു മനുഷ്യരിൽ നിന്നും അല്പം കൂടി ഉന്നതമായ ആശയ ആദർശങ്ങളിലേക്കും സ്വഭാവ നൈർമല്യത്തിലേക്കും പഠനത്തിലേക്കും ഉയരുക എന്നുള്ളതാണ്. യേശു അവരെ അടുത്തേക്ക് വിളിച്ചിട്ട് അവരോട് എന്താണ് പറഞ്ഞത്? അവരെന്തിനാണ് അവരെ തിരഞ്ഞെടുത്തത്? തന്നോട് കൂടെ ആയിരിക്കുന്നതിനും. തന്നോട് കൂടി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ താൻ തന്നെ ആയിരിക്കുക, തന്നോട് ചേർന്ന് നിൽക്കുക, തൻ്റെ ആശയങ്ങൾ സ്വാംശീകരിക്കുക, തന്നെ പോലെ പ്രസംഗിക്കുക, തന്നെ പോലെ രോഗശാന്തി നൽകുക, തന്നെ പോലെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി രോഗത്തിന് മാതൃക കാണിച്ചു കൊടുക്കുക, തന്നെ പോലെ കുരിശിൽ മരിക്കുക, തന്നെ പോലെ ഉയർത്തെഴുന്നേൽക്കുക. അങ്ങനെ വലിയ സാക്ഷ്യമായി മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ ശിഷ്യന്മാരെയും യേശു തിരഞ്ഞെടുത്തത്. യേശു തിരഞ്ഞെടുത്തതിന് ശേഷം അവർക്ക് പ്രസംഗിക്കുന്നതിനായി അവരോട് ആഹ്വാനം ചെയ്തു. ഇന്ന് ലോകത്തിലെ പ്രസംഗ വിഷയം എല്ലാ മനുഷ്യരെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാവണം. ഇന്നെന്നാൽ അനേകം വ്യക്തികളുടെ പ്രസംഗം കേട്ടാൽ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന പ്രസംഗങ്ങളാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്നും വിരോധവും വിദ്വേഷവും വെറുപ്പും പ്രതികാര ചിന്തയും യുദ്ധവും കലഹങ്ങളും അവസാനിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ഒരു ക്രൈസ്തവ പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രത്യാശ, സ്നേഹം, ഉപവി എന്നീ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് എപ്പോഴും ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. എല്ലാ മനുഷ്യരും അസ്വസ്ഥനും ദുഃഖിതനും വഴി കാണാതെ അലയുന്നവരും പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്നറിയാത്തവരുമാണ്. അവരോടൊക്കെയും വിശ്വാസത്തെക്കുറിച്ചും വലിയ പ്രത്യാശയെക്കുറിച്ചും മനുഷ്യ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിനാവശ്യമായ സ്നേഹത്തെക്കുറിച്ചും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും അവൻ അധികാരം നൽകി. എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും, എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും, തിന്മയുടെ ആക്രമണങ്ങളിൽ നിന്നും എല്ലാം മനുഷ്യരെ മോചിപ്പിക്കുക. ചില മനുഷ്യർ അടിസ്ഥാനപരമായി തിന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ, തിന്മ മാത്രമേ ചെയ്യാൻ അവർക്കറിയുള്ളൂ. അങ്ങനെയുള്ള എല്ലാവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും സമൂഹത്തിൻ്റെ നന്മയ്ക്കായി അവരെ മാറ്റിയെടുക്കുകയും അവരെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഓരോ പ്രഭാഷകന്റെയും ഉത്തരവാദിത്തമാണെന്ന് യേശു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യേശു 12 പേരെ നിയോഗിച്ചു എന്ന് പറയുമ്പോൾ യേശു ദൈവമായിരുന്നിട്ടും തൻ്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹപ്രവർത്തകരെ ആവശ്യമായിരുന്നു. യേശു ഒരു സമൂഹത്തിന് രൂപം കൊടുക്കുകയാണ് ചെയ്തത്. യേശു ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുകയാണ് ചെയ്തത്. 2000 വർഷങ്ങൾക്കപ്പുറത്ത് 21, 22, 23 വർഷങ്ങളിൽ നമ്മുടെ സഭയുടെ ചിന്താവിഷയം സിനഡാലിറ്റി ആയിരുന്നു. ഒന്നിച്ച് മുന്നേറുക, ഒന്നിച്ച് നീങ്ങുക എന്നുള്ളതായിരുന്നു. ആ ഒരു ആശയം പ്രാവർത്തികമാക്കുവാൻ നമ്മുടെ സഭയ്ക്ക് കഴിയട്ടെ, നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ, നമുക്ക് ഒന്നിച്ച് നീങ്ങുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ
ഒരു ശിഷ്യന് കൊടുക്കുന്ന വിശേഷണം യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയാത്ത എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഏത് സമൂഹങ്ങളിലും കുറേ പേർ മറ്റുള്ളവരെ ഒറ്റിക്കൊടുക്കുവാനും വഞ്ചിക്കുവാനും ചതിക്കുവാനുമായി അധോലോക പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. അവരാരാണെന്ന് നമുക്കൊരിക്കലും അറിയാൻ പറ്റുകയില്ല. നമ്മൾ ട്രാപ്പിൽ വീണ് കഴിയുമ്പോൾ മാത്രമാണ് നമ്മളത് അറിയുന്നത്. ഏതായാലും നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഒരു ഒറ്റുകാരനോ ചതിയനോ കലഹപ്രിയനോ സാമൂഹ്യദ്രോഹിയോ ആവാതെ ഇരിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.